സുരക്ഷിതമല്ലാത്ത റെസ്പോൺസിബിൾ ടൂറിസം അല്ല ഇവിടെ നടക്കുന്നത്. തട്ടിക്കൂട്ട് വികസനം എന്ന് കാണിക്കുന്ന ഒരു പ്രവണതയാണ് വർക്കല നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ മനുഷ്യരുടെ ജീവന് ഒരു വിലയും കൽപ്പിക്കാതെ ഇതെങ്ങനെ കൊണ്ട് വെച്ചു എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു. പക്ഷേ അവരതിനകത്ത് ആ വിശ്വാസത്തിൻ്റെ മുകളിലാണ് കയറുന്നത്, നമ്മളെ ഗവൺമെൻറ്റിൻ്റെ വിശ്വാസം. പക്ഷേ അവിടെയാണ് ചതി പറ്റുന്നത്. ഇത് ഇവിടത്തേറല്ല നടത്തുന്നത്, ഇത് തമിഴന്മാരാണ് നടത്തുന്നത്. അപ്പം നമ്മളിത് കണ്ട് ഇതിങ്ങനെ പൊങ്ങി ഇതിങ്ങനെ പൊങ്ങി താരും, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ പാമ്പ് ഇങ്ങനെ അപ്പോഴേ ഇവർ കിടന്ന് വിളിക്കുന്നുണ്ട്. നമസ്കാരം. വർക്കല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന് മുകളിലാണ് നിൽക്കുന്നത്. ഏകദേശം 3 മാസങ്ങൾക്ക് മുമ്പാണ് ഈ പാലം പ്രവർത്തന സജ്ജമായത്. കോടികൾ മുടക്കിയാണ് ഈ പാലം ഇവിടെ പണിതത്. എന്നാൽ കഴിഞ്ഞ ശനിയാഴ്ച ശക്തമായ തിരമാലയിൽപ്പെട്ട് ഈ പാലം തകർന്നു. ഏകദേശം 15ഓളം പേരാണ് അന്ന് അപകടത്തിൽപ്പെട്ടത്. ശക്തമായ തിരമാലുള്ള ദിവസമായിരുന്നു ശനിയാഴ്ച. അത് വാവ് ദിവസം കൂടിയായിരുന്നു. സാധാരണ വാവ് ദിവസങ്ങളിൽ ഈ പറയുന്ന വർക്കല കടൽ പ്രക്ഷുബ്ധമാവുള്ളത് പതിവാണ്. ആ ഒരു ദിവസമാണ് ഇങ്ങനൊരു അപകടത്തിൽ ഈ പാലം പെട്ടത്. നമുക്കറിയാമല്ലോ, ഇത് വർക്കല ടൂറിസം എന്ന് പറയുന്നത് ലോകത്ത് തന്നെ ടൂറിസത്തിൽ ഗ്രേഡ് ചെയ്തതിൽ 100-ൽ 1 വർക്കല ടൂറിസം എന്ന് പറയുന്നത്. അപ്പം വർക്കല ടൂറിസത്തിന് ഈ പ്രാഥമിക കാര്യങ്ങൾക്ക് പോലും സൗകര്യമില്ലാത്ത ഒരു ടൂറിസം ഏരിയ ആയിട്ട് മാറിയിരിക്കുകയാണ് വർക്കല. അതിന് പോലും സൗകര്യം ഒരുക്കാതെ ഈ കഴിഞ്ഞ 2.5 മാസം മുമ്പ് ഡിസംബറിൽ ഈ ന്യൂ ഇയർ സമ്മാനമെന്നും ക്രിസ്മസ് സമ്മാനമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ടൂറിസം മന്ത്രി കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്ത ഒരു സംഭവമാണ് ഇവിടുത്തെ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് യഥാർത്ഥത്തിൽ ഇവിടെ വരുന്നത് ആരും അറിഞ്ഞില്ല. ഇത് ഇവിടെ വണ്ടിയിൽ കൊണ്ട് ഇറക്കുന്ന സംഭവം ആ സമയത്താണ് വർക്കലക്കാർ പോലും, മുനിസിപ്പാലിറ്റിയിലുള്ളവർ പോലും അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ വരുന്നതെന്ന്. അപ്പോൾ തന്നെ നമുക്കറിയാം ഇതിനകത്ത് എന്തൊക്കെയോ നിഗൂഢതകളുണ്ടെന്ന്. പെട്ടെന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇറക്കിയ കാര്യങ്ങൾ ചെയ്തു. ഇത് ആരാണ് നടത്തുന്നതെന്നോ, ആരാണ് ഇത് എത്ര എസ്റ്റിമേറ്റ് ആണെന്നോ, ഇതിൻ്റെ സേഫ്റ്റി മെഷേഴ്സ് എങ്ങനെയാണെന്നോ, ഇതിൻ്റെ ഒരു സുരക്ഷിതത്വം എങ്ങനെയാണെന്നോ ഒന്നും പഠിക്കാതെ, പഠനം നടത്താതെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു സംഭവമായിരുന്നു നമ്മുടെ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. എന്നിട്ടാണ് ഇവർ ഇത്രയും കൊട്ടിഘോഷിച്ചത്. പക്ഷേ ഈ ഒരു സംഭവം തെളിയിക്കുന്നത് ഇത് ഒരു ആർക്കോ വേണ്ടി കമ്മീഷൻ അടിക്കാൻ വേണ്ടി ചെയ്ത ഒരു പരിപാടിയായി പോയി ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വർക്കല കൊണ്ടുവന്നത്. അതിനുവേണ്ടി മാത്രം, അല്ലാതെ ഇവിടുത്തെ ടൂറിസത്തിനെ നശിപ്പിക്കുന്ന രീതിയിലും ഇവിടുത്തെ സുരക്ഷിതമില്ലാതെയും ഒക്കെ കൊണ്ടുവന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. ഈ തകർന്ന് നമുക്ക് നമ്മുടെ വർക്കലക്കാരുടെയും ഭാഗ്യമാണ്. ഏതാണ്ട് ഒരു 25ഓളം പേര് ഈ കടലിൽ പോയിട്ടും നമുക്ക് അവരെ രക്ഷിക്കാൻ കഴിഞ്ഞത് വർക്കലക്കാരുടെയും ഇവിടുത്തെ ആൾക്കാരുടെയൊക്കെ ഒരു ഭാഗ്യമാണെന്ന് കാര്യം ഇവർ വന്ന പലരും മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നാണ്. അപ്പോൾ വർക്കലയെക്കുറിച്ച് വളരെ മോശമായ ഒരു പിക്ചറും കൂടി ഇതുകൂടെ വരുമായിരുന്നു. അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടെന്ന് തൽക്കാലം എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടെന്ന് വേണം പറയാൻ. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഇത്രയും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന വർക്കല ടൂറിസം പെട്ടെന്ന് തകർന്നു പോയേനെ. അങ്ങനെ ഒരു അവസ്ഥയിലോട്ടാണ് ഇപ്പോഴും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാര്യം ഇങ്ങനെയുള്ള സംഭവം നിരന്തരമായിട്ട് ഇവിടെ നടക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം. കാര്യം ഇവിടെ ആവശ്യത്തിന് ലൈഫ് ഗാർഡുകളില്ല. അങ്ങനെ കൂടെ ഇങ്ങനെ തിരകളിൽപ്പെട്ട് ആൾക്കാർ മരിക്കുന്ന സംഭവങ്ങൾ വല്ലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള വളരെ ഒരു സുരക്ഷിതമില്ലാത്ത ഒരു ടൂറിസം മേഖലയായിട്ട് വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവർ. അപ്പോൾ അതിനെതിരെയാണ് നമുക്കൊരു പ്രതിഷേധം ഉള്ളത്. സുരക്ഷിതമല്ലാത്ത റെസ്പോൺസിബിൾ ടൂറിസം അല്ല ഇവിടെ നടക്കുന്നത്. തട്ടിക്കൂട്ട് വികസനം എന്ന് കാണിക്കുന്ന ഒരു പ്രവണതയാണ് വർക്കല നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനത് അന്വേഷിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഓരോ കടലിനും ഓരോ സ്വഭാവമാണ്. ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഒരേ സ്വഭാവം ആയിരിക്കണമെന്നില്ല. ഇവിടുത്തെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളോട് ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു വെച്ചാൽ ഈ വാവ് സമയത്ത് ഇവിടെ ഭയങ്കര തിര കൂടുതലാണ്. ഇതുപോലും ഈ കടലിൽ ഈ സ്വഭാവം പോലും മനസ്സിലാക്കാതെയാണ് ഈ ജീവൻ കൊണ്ട് പന്താടിയത്, അല്ലേ? അതല്ലേ ശരി? ഇവിടുത്തെ ഈ പരിസരത്തിലെ ഈ കടലിനെ കുറിച്ച് പഠിക്കാതെ വാവ് ദിവസങ്ങളിൽ വേലിയേറ്റം ഉണ്ടാവും. ആ വേലിയേറ്റത്തിന് ഹൈ ടൈഡാണ് ഉണ്ടാവുന്നത്. ആ നേരത്ത് ഇവിടെ ഉള്ള സാധാരണക്കാർ പറഞ്ഞ് ഇതിൽ ആളിനെ കയറ്റരുത്, അതുപോലും അവഗണിച്ചുകൊണ്ടാണ് ഇവരിത് കയറ്റി ഈ അപകടം വരുത്തി വെച്ചത്. അതുമാത്രമല്ല, രാവിലെ 11 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ ഓപ്പറേറ്റ് ചെയ്യാനാണ് ഇവിടെ ഇവിടുത്തെ അനുമതി കൊടുത്തിരിക്കുന്നത് അവർക്ക്. അത് ലംഘിച്ചുകൊണ്ടാണ് രാവിലെ 8 മണി തൊട്ട് അവർ രാത്രി 8 മണി വരെ ആളിനെ കയറ്റുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു ഇവിടെ. ഈ സമയം ക്രമം ലംഘിച്ചുകൊണ്ട് അത്രയും സുരക്ഷിതമില്ലാതെയാണ് അവർ ഇത് ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. അതാണ് ഏറ്റവും വലിയൊരു ദയനീയം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അവരിത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. വെറും സാമ്പത്തികം മാത്രം നോക്കി, മറ്റുള്ളവരുടെ സുരക്ഷ ഇതെല്ലാം സാമ്പത്തികം മാത്രം നോക്കി. അതാണ് ആർക്കാണ് ഇതിൻ്റെ സാമ്പത്തികം, ആർക്കാണ് ഇതിൻ്റെ കമ്മീഷൻ പോയിട്ടുള്ളത്? ഇതിനു വേണ്ടിയാണ് നമ്മുടെ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞ് നമ്മുടെ ഒരു ഭാഗത്തു നിന്ന് ഇത്രയും നല്ല ഒരു ശക്തമായ പ്രതിഷേധമായിട്ട്
ഇത് ഇങ്ങനെ ഒരു സംഭവം ഈ പറയുമ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വിനാശങ്ങൾ ആകർഷിക്കുന്നതൊക്കെ ശരിയാണ്. പക്ഷേ ഈ സുരക്ഷിതത്വം ഫസ്റ്റ് ഒരു അഡ്വഞ്ചറസ് ടൂറിസം നമ്മൾ കൊണ്ടുവരുമ്പോൾ ആദ്യം കൊടുക്കേണ്ടത് ജനങ്ങൾക്കുള്ള സുരക്ഷിതത്വമാണ്, സേഫ്റ്റിയാണ് ആദ്യം കൊടുക്കേണ്ടത്. ആ സേഫ്റ്റി പാലിക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിയന്ത്രിക്കുന്ന മന്ത്രിക്ക് തന്നെയാണല്ലേ എന്ന് പറയാൻ പറ്റുമോ? അല്ലല്ല, അത് മാത്രമല്ല, ഇതിനകത്ത് ഒരുപാട് ലൈസൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള സംഭവം വയ്ക്കുമ്പോഴത്തേക്ക് ഒരുപാട് ലൈസൻസ് ഉണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കോസ്റ്റ് ഗാർഡിൻ്റെ ലൈസൻസ് വരെ വേണമെന്നാണ്, ഇല്ലാൻഡ് നാവിഗേഷൻ്റെ വേണം, ഫയർഫോഴ്സിൻ്റെ വേണം, പോലീസിൻ്റെ വേണം, മുനിസിപ്പാലിറ്റിയുടെ അനുമതി വേണം. ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് പക്ഷേ അവർ പറയുന്ന സർക്കുലർ അനുസരിച്ച് ഇതൊന്നും വേണ്ട. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് അഡ്വഞ്ചറിൻ്റെ പേരും പറഞ്ഞ് എന്തും നടത്താം എന്നുള്ളൊരു സർക്കുലറിൻ്റെ പേരിലാണ് ഇത് നടത്തിയെന്നാണ് ഇവർ പറയുന്നത്. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത്, നമ്മുടെ നഗരസഭയിൽ ഉള്ള ഉദ്യോഗസ്ഥരും പറയുന്നത്, നമ്മുടെ ചെയർമാൻ പറയുന്നത്. പക്ഷേ അതല്ല, ഇത്രയും ലൈസൻസ്, ഇൻഷുറൻസ് വേണം, അങ്ങനെ ഒരു കാര്യങ്ങളും എടുക്കാതെയാണ് ഇത് നടത്തിക്കൊണ്ടിരുന്നതെന്ന് ഇപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞു. അതാണ് ഏറ്റവും വലിയ അപകടം. നമ്മളിപ്പം ആൾക്കാർ വന്ന് വിശ്വസിച്ച് ഇതെല്ലാം ഉണ്ടാകും, സുരക്ഷിതമാണ് എന്ന് കരുതിയിട്ടാണല്ലോ ഇതിനകത്ത് വന്ന് കയറുന്നത്. അപ്പോൾ അതില്ലാതെ ഇവരെങ്ങനെ നടത്തിയെന്നുള്ളതാണ് ഇത്രയും നാൾ. അതാണ് ഏറ്റവും വലിയൊരു വിഷമം തോന്നുന്നു നമുക്ക്. ഈ വർക്കലയെ സംബന്ധിച്ചിടത്തോളം ശക്തമായ തിരയുള്ള സ്ഥലമാണ്, ഒരുപാട് മരണങ്ങളുള്ള സ്ഥലമാണ്, സർഫിങ്ങിന് പോലും ആൾക്കാർ ഉപയോഗിക്കുക, അത്രയും തിരമാലകളുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഇങ്ങനത്തെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കടലിനുള്ളിലേക്ക് സ്ഥാപിക്കുമ്പോൾ ഈ പറയുമ്പോൾ ഒരുപാട് പഠനം വേണം. അതാണ് ഞാൻ മനുഷ്യരുടെ ജീവന് ഒരു വിലയും കൽപ്പിക്കാതെ ഇതെങ്ങനെ കൊണ്ട് വെച്ചു എന്നുള്ളതാണ് നമ്മൾ ആ ഒരു ചിന്തിക്കുമ്പോഴേ ഉണ്ടാകുന്ന ഒരു കഷ്ടം എന്ന് പറയുന്നത്. അവർ ഇത്രയും ഉത്തരവാദിത്വം ഇല്ലായ്മ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മളെ വിശ്വസിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഗവൺമെൻറ്റിനെ വിശ്വസിച്ച് ഇങ്ങനെ കൊണ്ടുവച്ചിരിക്കുന്ന സാധനത്തിൽ ആൾക്കാർക്ക് അറിയില്ല ഇതെങ്ങനെയാണ്, സേഫ്റ്റി ആണോ എന്നൊക്കെ. പക്ഷേ അവരതിനകത്ത് ആ വിശ്വാസത്തിൻ്റെ മുകളിലാണ് കയറുന്നത്, നമ്മളെ ഗവൺമെൻറ്റിൻ്റെ വിശ്വാസം. പക്ഷേ അവിടെയാണ് ചതി പറ്റുന്നത് പറയുന്നത്. വിശ്വസിച്ച് കയറുന്നത് നമ്മൾ ഒരു സുരക്ഷിതമല്ല എന്നുള്ളത് അവർക്കറിയില്ല. നമ്മൾ പക്ഷേ ഗവൺമെൻറ് അറിയാം, പക്ഷേ അവർക്കറിയില്ല. അവർ വന്ന് കയറുന്നു, അവർക്ക് ആക്സിഡൻറ്റ് സംഭവിക്കുന്നു, സംഭവം ഇങ്ങനെയാവുന്നു. അതാണ് ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത്. നമ്മുടെ വിശ്വാസതയാണ് നഷ്ടപ്പെടുന്നത്, ഗവൺമെൻറ്റിനുള്ള വിശ്വാസതയാണ് നഷ്ടപ്പെടുന്നത്. വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് നല്ല രീതിയിൽ നടത്തിക്കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്, പക്ഷേ അവിടെയൊക്കെ വളരെ സേഫ്റ്റി ഉള്ള മെഷീൻസ് കാര്യങ്ങൾ ഫസ്റ്റ് ആണല്ലോ. സേഫ്റ്റി ഫസ്റ്റ്, എന്നിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ. അത് ഡെവലപ്മെൻ്റ് ഒക്കെ ഫസ്റ്റാണ്, സെക്കൻഡാണ്. സേഫ്റ്റിയാണ് ഫസ്റ്റ്. കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഇവിടെ പാരാഗ്ലൈഡിങ് നടത്തിയ 2 പേര് ഈ ഹൈമാസ്റ്റ് ലൈറ്റിൽ കുരുങ്ങി. അത് ഞാനിവിടെ ഉണ്ടായിരുന്നു. ഈ നമ്മൾ നെറ്റ് പെട്ടെന്ന് കൊണ്ടിട്ടുകൊണ്ട് അവർ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ പാറയിലിടിച്ച് ഇവർ 2 പേരും മരിക്കേണ്ട ഒരവസ്ഥയിലാണ്. അത്രയ്ക്ക് അതിന് പോലും ലൈസൻസ് ഇല്ല, കാര്യങ്ങളില്ല. പിന്നെ വന്നപ്പോഴത്തേക്ക് അതും ഇതിനൊക്കെയാണ്, ലൈസൻസ് ഇല്ല, ഒരു പെർമിറ്റും ഇല്ല, ഒരു കാര്യങ്ങളും ഇല്ല. മുനിസിപ്പാലിറ്റി അപ്പോഴും നോക്കിയപ്പോഴത്തേക്ക് നമ്മൾ അറിഞ്ഞില്ല, ഇപ്പോഴും നമ്മൾ അറിഞ്ഞില്ല. അങ്ങനെ പറയാം, നമ്മുടെ ഏരിയയിൽ ഒരു പ്രദേശത്ത് ഇങ്ങനെ സംഭവങ്ങൾ നടക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് ഉത്തരവാദിത്വം നമ്മുടെ നഗരസഭയ്ക്ക്, നമ്മുടെ പ്രാദേശികമായിട്ട് അറിയണം. പക്ഷേ അതുപോലും അറിയാതെ ഇങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നത് ശരിയല്ല. അവരുടെ പ്രദേശത്ത്, നഗരസഭാ പ്രദേശത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ നഗരസഭ അതിനകത്ത് പ്രിക്കോഷൻ ഉണ്ടോ, കാര്യങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ വരുന്നവർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ട നമ്മുടെ നഗരസഭയ്ക്കൂടെ ഒരു ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ അതിൽ നിന്നാണ് നമ്മുടെ നഗരസഭ വളരെ രസകരമായി തോന്നുന്ന സംഭവം കഴിഞ്ഞ വാവിനാണെന്ന് തോന്നുന്നു. ഞാനിവിടെ ആ വാവിൻ്റെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി എത്തിയപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ അടിയിൽ ഒരു പട്ടി പുഴുത്ത് കിടക്കുകയാണ്. അത് വാവിൻ്റെ തൊട്ട് തലേ ദിവസം ഒരാൾ കണ്ടിട്ടില്ല, നഗരസഭ അറിഞ്ഞിട്ടില്ല, പോലീസ് അറിഞ്ഞിട്ടില്ല, ആരുമില്ല. ഇവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളത്തിൽ ഇവിടെ വരുന്ന വിശ്വാസികളെല്ലാം അവിടുന്ന് കൈയും കാലും കഴിക്കൊണ്ടിരിക്കുകയാണ്. വാഗ പിടിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ നോക്കുമ്പോൾ അതിനകത്ത് ഈ പാടത്തിനടിയിൽ ഒരു പട്ടി എത്ത് കിടക്കുകയാണ്. അല്ല, അത് പട്ടി ചത്തില്ലേലും കുഴപ്പമില്ല. ഇതിനകത്ത് വരുന്നത് വേസ്റ്റ് ഹോട്ടൽ മാലിന്യമല്ല, സെപ്റ്റി ടാങ്ക് മാലിന്യമാണ് ഇതിനകത്ത് ഒഴുകി വരുന്നത്. ഈ ഹോട്ടലുകളിൽ നിന്ന് ഇതിനകത്ത് ഒഴുകി വിടുന്നത് ഈ സാധനം അവിടെ നിന്ന് വരുന്നതാണ് വരുന്നത്. അതിലൂടെ ഇവിടെ ഉള്ള പല ഹോട്ടലിൽ നിന്നുള്ള സെപ്റ്റി ടാങ്ക് മാലിന്യങ്ങളാണ് ഒഴുകി വരുന്നത്. പട്ടി ചെത്ത് നടന്നത് പ്രതികരണ ഒന്നും ബാധമല്ല. ഇതൊക്കെ എന്താണ് കയ്യൂക്കാനുള്ള എല്ലാം എന്താവാം എന്നുള്ളൊരു സ്റ്റേജിലാണ് പോകുന്ന കാര്യങ്ങൾ. പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് നമ്മൾ പറയുന്നത് ശരിയല്ല, പക്ഷേ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ചെയ്യാവുന്ന മാക്സിമം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് രാഷ്ട്രീയത്തിൽ ഇടപെടലും മറ്റ് കാര്യങ്ങളും എല്ലാം വരുമ്പോഴത്തേക്ക് ഇവരത് വളരെ നിഷ്കരണം. ഒരുപാട് റിസോർട്ടുകൾ പിന്നെ മാലിന്യം ഒഴിവാണ്. ഇതൊക്കെ വർഷങ്ങളായിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ വർഷങ്ങളായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ തിരക്ക് കൂടിയപ്പോഴത്തേക്ക് അത് വളരെ കൂടി. ഇപ്പോൾ വർക്കല ഭയങ്കര തിരക്കാണ്. അന്യ സംസ്ഥാന ടൂറിസ്റ്റുകളാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ വർക്കല വന്നുകൊണ്ടിരിക്കുന്നത്. അവർ വരുന്നതനുസരിച്ച് ഇവിടെ റൂംസ് പോലും കിട്ടാറില്ല ഈ വീക്കെൻഡ് ഡേയ്സിൽ പ്രത്യേകിച്ച്. അങ്ങനെ ഇവിടുത്തെ ഹോട്ടൽ ബിസിനസ് അങ്ങനെയല്ലേ. കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് ഒരു 40 പേരോളം ഭക്ഷ്യവിഷബാധമായിട്ട് ഹോസ്പിറ്റലായി പോയത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം ഇതിനകത്തുള്ള ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റെസ്പോൺസിബിലിറ്റി ഇല്ല. അതാണ് എൻ്റെ പ്രശ്നം. നമ്മുടെ നാട്ടിൽ വരുന്നവരെ സംരക്ഷിച്ചിട്ട് അവരുടെ അവർ വരുന്നതിൻ്റെ ഉദ്ദേശം വിസിറ്റ്, അവർ ഒരു ആഹ്ലാദത്തിനാണ് വരുന്നത്. അവരുടെ ഒരു വിസിറ്റേഴ്സ് എന്ന് പറയുന്നത് അവർ വർക്കല വരുന്നത് ആഹ്ലാദിച്ച് പോകാനാണ്. പക്ഷേ ഇവിടെ വന്ന് അസുഖം വരുത്തി വെച്ചാൽ അല്ലെങ്കിൽ ഡെഡ് ബോഡി ആയിട്ട് പോകാനല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു ഉത്തരവാദിത്വമുണ്ട്. വർക്കല വരുന്ന നമ്മുടെ ഗസ്റ്റുകളാണ്. നമുക്ക് അവരെ സുരക്ഷിതമായിട്ട്
പറഞ്ഞയക്കണം എന്നുള്ളൊരു ഇതും അപ്പോൾ ഇത്രയും വലിയൊരു വിനോദസഞ്ചാര മേഖല കൈകാര്യം ചെയ്യുന്ന വർക്കല നഗരസഭ പൂർണ്ണ പരാജയമെന്നാണ് ചേട്ടൻ പറയുന്നത്. ഉറപ്പാണ് നഗരസഭയ്ക്ക് അത് നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത്. ഉറപ്പാണ് അങ്ങനെ ഇത്രയും ഇറസ്പോൺസിബിളായിട്ട് പോകാൻ പാടില്ല. ഇനിയും അത് അനുവദിക്കാനും പാടില്ല. ഇനി ശക്തമായി നമ്മളതിനകത്ത് പ്രതിരോധിക്കാൻ തന്നെ ചെയ്യും. എനിക്ക് പലപ്പോഴും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് ഇത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും, ഇത് ദീർഘകാലം ഇല്ലേ എന്തോ ഹ്രസ്വകാലത്തേക്കാണെന്നാണ് ഞാൻ അന്ന് എപ്പോഴും എൻ്റെ മനസ്സിൽ ആരോടത്തും പറഞ്ഞതൊന്നുമില്ല. ഇപ്പോഴും സാറിൻ്റെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ. മറ്റേ വേലിയേറ്റം ഉണ്ടല്ലോ, ഇത് വളരെ റഫായി ഈ കടൽ. അപ്പോൾ ഇതിങ്ങനെ പൊക്കി എടുത്ത് ഇങ്ങനെ ഇട്ട് ഇത് സമയത്ത് ഒരു 10-15 ഇത്ര പേര് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാം കൂടെ കിടന്ന് ഭയങ്കര വിളിച്ച് അങ്ങനെ നമ്മൾ ആകെ കാണാൻ ഇതൊക്കെ പൊട്ടി ഇവരെല്ലാം ഒരു സൈഡിലായിപ്പോയി. അപ്പോൾ ആ സൈഡിൽ ആ കമ്പ് ഇങ്ങനെ കുത്തിർത്തേക്കുന്നത് അതെല്ലാം പൊളിഞ്ഞ് ഇവരങ്ങ് വെള്ളത്തിൽ വീണ്. അപ്പോൾ തന്നെ ഇവർ ഒരു 10-8 പേരുണ്ടെന്ന് തോന്നുന്നു ഇതിൻ്റെ നടത്തുന്നവർ. അവരും ഇവിടുത്തെ ഈ കാർഡുകളെല്ലാം കൂടെ ചേർന്ന് അവരെ പൊക്കിയെടുത്ത് അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ ഇവർ ലൈഫ് ജാക്കറ്റ് ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് അവർക്കൊന്നും എല്ലാം പൊങ്ങി കിടന്ന്, അതുകൊണ്ട് എല്ലാവരെയും നുള്ളി പറക്കി എടുത്തവർ. അത് അപ്പോഴേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതെ മറിഞ്ഞിട്ടില്ല. ഇല്ല അതിങ്ങനെ പാരലായിട്ടാണ് കിടക്കുന്നത്. പക്ഷേ ഇത് ഈ ഹൈ റഫ് സീ ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് വേലിയേറ്റത്തിൻ്റെ ഒരു ഇതുപോലെ ഭയങ്കര കടൽ തിരമാല വന്നപ്പോൾ അവൻ അടിച്ച് പൊക്കിയിട്ട് ഇപ്പോൾ ഇവർ ഇങ്ങനെ നിൽക്കുന്ന ഇവർ ഒരു സൈഡിലോട്ടായിപ്പോയി. അപ്പോൾ അവിടുത്തെ ആ കമ്പീനെ വെച്ചിരിക്കുന്ന എല്ലാം പൊളിഞ്ഞ് ഇവരെ അങ്ങ് വെള്ളത്തിൽ ചെന്നങ്ങ് വീടും. അപ്പോൾ ഈ സമയത്ത് ഒരു ഭയങ്കരമായിട്ട് നിലവിളിക്കുന്നുണ്ടായിരുന്നു അതിൽ നിന്നവർ. പക്ഷേ ഇവർ അത് നിർത്തിയില്ല അന്നേരം. ഇത്ര റഫ് സീ ആയിരുന്നപ്പോൾ അത് നിർത്തണമായിരുന്നു, ആൾക്കാരെ കയറ്റാൻ അനുവദിക്കരുതായിരുന്നു. അപ്പോൾ അതാണ് സംഭവം നടന്നത്. ഇവരുടെ കയ്യിൽ മിസ്റ്റേക്കും ഉണ്ട്. ഇതിൻ്റെ നടത്തിപ്പുകാർക്കും മിസ്റ്റേക്കുണ്ട്. അത് റഫ് ചെയ്യായിരുന്നപ്പോൾ ആളിനെ വിടരുതായിരുന്നു, ഇറക്കാൻ പാടില്ലായിരുന്നു. അത് ഇവരൊക്കെ പൈസ കിട്ടുന്നുണ്ട് ഇറക്കും. ഞാൻ അതിൻ്റെ അടിയിൽ വലകളൊക്കെ എന്തൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരാൾ അങ്ങോട്ട് ഉള്ളിലോട്ട് പോകാതിരിക്കാൻ വീണാലും. ഇത് ഇവിടത്തേറല്ല നടത്തുന്നത്, ഇത് തമിഴന്മാരാണ് നടത്തുന്നത്. ആരുടെ ചോദിച്ചാലും ഈ പറയുന്ന മുതലാളിമാരുടെ പേര് ആക്കും പറഞ്ഞൂടാ. ഏതോ തമിഴാണെന്ന് മാത്രമേ പറയുന്നത്. അത്രേ ഉള്ളൂ. സുതാര്യതയില്ല. വാസ്തവം അതാണ്. ശരി തന്നെയാണ്. ലൈസൻസ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു ഇതിന്. ഇതിൻ്റെ ഒരു സേഫ്റ്റിയുടെ ഇതൊക്കെ എടുക്കണമായിരുന്നു നേരത്തെ. അതൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കുമായിരുന്നു. ഇങ്ങനെ റഫ് സീ ആകുമ്പം നിങ്ങൾ ആളിനെ കയറ്റെന്നുള്ള ഇതൊക്കെ കൊടുക്കുമായിരുന്നു. ഇവരൊന്നും കൊടുത്തില്ല. അവർ പൈസ 125 രൂപ കൊണ്ടാണ് ഒരാൾ കയറുന്നതിന്. അപ്പോൾ അത് ഓരോ 10-15-100 പേരെ കയറ്റിയും കൊണ്ട് വിട്ടാൽ രൂപ എത്രയായി? അവർ റഫ് ചെയ്യാൻ നോക്കിയില്ല. ഇതേപോലെ ചാവക്കാട് രണ്ടായിട്ട് മുറിഞ്ഞ് പിന്നെ പകുതി കടലിൽ നിന്ന് ഓടിച്ചിട്ട് പിടിക്കുകയാണ് ചെയ്തത്. നമ്മളെ റഫ് സീക്ക് ഇത് പറ്റിയതല്ല. ഇത് വളരെ റഫ് ഇതാണ്. നമ്മൾ ചില സമയങ്ങളിൽ തിരമാലകൾ അങ്ങോട്ടിച്ച് പൊങ്ങി ഇങ്ങി വരും. എത്ര സേഫ്റ്റി ആയിരുന്നാലും നമുക്ക് വെള്ളം, തീ, കാറ്റ് ഇതിനെയൊന്നും ഒരു സേഫ്റ്റിയും ചെയ്യാൻ പറ്റുമോ? അവനങ്ങോട്ട് അടിച്ച് കയറി വന്നാൽ എല്ലാം തകർന്നു പോകും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇവിടെ നോക്കി ഇതിനാളിനെ കയറ്റണമായിരുന്നു. അതവരെ കേട്ടിയില്ല. ഞാൻ അതുപോലെ അവിടെ ഇരിക്കരുത് അന്നേരം അപ്പുറത്ത്. അപ്പോൾ നമ്മളിത് കണ്ട് ഇതിങ്ങനെ പൊങ്ങി ഇതിങ്ങനെ പൊങ്ങി താരും. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ പാമ്പ് ഇങ്ങനെ അപ്പോഴേ ഇവർ കിടന്ന് വിളിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ പിള്ളേരെല്ലാം കൂടെ ചുമ്മാ അവിടെ കൂക്കിടുന്നതായിരിക്കും എന്ന് വിചാരിച്ച്. സംഭവം അപ്പോഴത്തേക്ക് വെള്ളത്തിലായി കഴിഞ്ഞു. അതാണ് സംഭവം. ഇപ്പോൾ നിർത്തി വെച്ചിരിക്കുകയാണ്. ഭാഗ്യത്തിന് ആരൊക്കെ ഒന്നും പറ്റിയില്ല. പക്ഷേ ഇവിടെ ഇതെല്ലാം കൂടെ വന്നപ്പോൾ ഒരു ചലനം ഉണ്ടായിരുന്നു കേട്ടാ. പിന്നെ ഒരു 100-150 പേര് എപ്പോഴും ക്യൂല് നിൽക്കുമായിരുന്നു ഇതിൽ കയറാൻ. ഞായറാഴ്ചയൊക്കെയാണെങ്കിൽ പിന്നെ അങ്ങ് ഭയങ്കര ഈ പെണ്ണുങ്ങളും കുട്ടികൾക്കും അവർ കയറിയാലേ പറ്റുമോ? ജനങ്ങളുടെ കാശാണോ ഇത് എന്താണ് ബിനാമിയാണോ ഒന്നും നമുക്ക് അറിഞ്ഞൂടാ. വർക്കല ബീച്ചിൽ ആരംഭിച്ച ഈ അഡ്വഞ്ചറസ് ടൂറിസത്തിൻ്റെ നടത്തിപ്പുകാരാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതോ ഒരു തമിഴനെന്ന് മാത്രമേ ഇവിടുത്തെ പ്രതിപക്ഷ നേതാക്കൾക്ക് പോലും അറിയാവൂ. നാട്ടുകാർക്കും ആർക്കും ഒന്നും അറിയില്ല ആരാണ് നടത്തിച്ചുകൊണ്ടിരുന്നോ ആർക്കും ഒന്നും അറിയില്ല. അത് മാത്രമല്ല, ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാർ നിന്ന് ഇതെല്ലാം പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, ഇവിടുന്ന് കൊണ്ടുപോവുകയാണെന്നാണ് പറഞ്ഞത്. ഇത്തരം ഒരു അഡ്വഞ്ചറസ് ടൂറിസം നടപ്പിലാക്കുമ്പോൾ ആ ഒരു കടലിൻ്റെ സ്വഭാവം പഠിക്കേണ്ട അത്യാവശ്യമാണ്. എപ്പോഴാണ് തിരമാല വരുന്നത്, എപ്പോഴാണ് കൂടുന്നത്, എപ്പോഴാണ് കുറയുന്നത്, വേലിയേറ്റം എപ്പോഴാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതൊന്നും ഇവിടെ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അത് മാത്രമല്ല, ഒരു 3 മാസം കഴിഞ്ഞാൽ ഈ ഒരു ബീച്ച് ഉണ്ടാവില്ല.
കാരണം മഴ തുടങ്ങിക്കഴിഞ്ഞാൽ കടൽ ഇന്ന് കയറി വരും, ഇവിടെ ബീച്ച് ഉണ്ടാവില്ല. ആ ഒരു ഹ്രസ്വകാലത്തേക്കാണോ ഇത്രയും കോടി രൂപ മുടക്കി ഇവിടെ ഈ സാധനം തുടങ്ങിയെന്ന് മനസ്സിലാവുന്നില്ല. ഏതായാലും ഒരു അന്വേഷണം അനിവാര്യമാണ്, അത്യന്താപേക്ഷിതമാണ്. മന്നുള്ള വെള്ളയ്ക്ക് വേണ്ടി ക്യാമറമാൻ ജെ പിക്കൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്.